എല്ലാ പ്രിയപ്പെട്ട കാർട്ടൂൺ പ്രേമികൾക്കും ഹക്കോസ് കാർട്ടൂൺ അക്കാഡമിയുടെ പുതിയൊരു കാർട്ടൂൺ വീഡിയോയിലേക്ക് സ്നേഹപൂർവ്വമായ സ്വാഗതം. ഇന്ന് നമ്മുടെ ഭരണഘടനയ്ക്ക് 75 വയസ്സ് തികയുന്ന പുണ്യദിനമാണ്. നമുക്കറിയാം, എഴുതപ്പെട്ട ഏറ്റവും വലിയ ഭരണഘടന നമ്മുടെ ഇന്ത്യയുടേതാണ്. ഇന്ത്യൻ ഭരണഘടന ലോകത്തിലെ ഏത് രാജ്യത്തിനോടൊപ്പം കിടപിടിക്കുന്ന രാജ്യസ്നേഹികൾക്ക് അങ്ങേയറ്റം വിലമതിക്കുന്ന ഒരു സംഭവമാണ് നമ്മുടെ ഭരണഘടന. പക്ഷേ നമ്മുടെ ഭരണഘടന, നമ്മുടെ കേരളത്തിലെ അവസ്ഥ ഒന്ന് നോക്കിക്കൂ. നമ്മുടെ കേരളത്തിൽ ഭരണഘടന തൊട്ട് സത്യം ചെയ്ത മന്ത്രിമാരുടെ പെരുമാറ്റങ്ങൾ, സർക്കാരിൻ്റെ ഓരോരോ ഈ ഭരണഘടനയെ അങ്ങ് തൃണവൽഗണിച്ചുകൊണ്ടുള്ള സർക്കാരിൻ്റെ ഓരോരോ നടപടികൾ, ഇതൊക്കെ ഓർക്കുമ്പോഴാണ് നമ്മൾ ഈ ഭരണഘടനയ്ക്ക് 75 വയസ്സ് കഴിയുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് ഓടിയെത്തുന്നത്. നമുക്കറിയാം, നമ്മുടെ സാംസ്കാരിക മന്ത്രി, കേരളത്തിൻ്റെ സാംസ്കാരിക മന്ത്രി ഈ കഴിഞ്ഞ ഇടയ്ക്ക് നടത്തിയ പ്രസംഗത്തിൽ ഭരണഘടന കൊള്ള നടത്താനുള്ള അവസരങ്ങൾ കൊടുക്കുന്ന ഒരു ഭരണഘടനയാണെന്ന് അവരുടെ പാർട്ടി മീറ്റിങ്ങിൽ പറഞ്ഞത് നമ്മൾ കേട്ടു. അതുകൂടാതെ കുന്തവും കുടച്ചക്രവും എന്നൊക്കെ പറഞ്ഞ് ഭരണഘടനയെ അധിക്ഷേപിച്ചത് നമ്മൾ കേട്ടു. ഇദ്ദേഹം നമ്മുടെ സാംസ്കാരിക മന്ത്രിയാണ്. എന്നിട്ട് അദ്ദേഹം വീടിനടുത്ത് കടന്ന് ഉരുളുകയും ആ സാംസ്കാരിക മന്ത്രിയെ പുറത്താക്കാനോ അല്ലെങ്കിൽ അതിനൊരു നടപടിയെടുക്കാനോ നമ്മുടെ ഈ ഇരട്ടച്ചങ്കൻ ഇതുവരെ കഴിഞ്ഞിട്ടുമില്ല. ഇരട്ടച്ചങ്കൻ അദ്ദേഹത്തെ ഇങ്ങനെ ചിറകിനടിയിൽ സുരക്ഷിതമായിട്ട് സൂക്ഷിച്ചു വച്ചിരിക്കുകയാണ്. ഇവർ CPM നേതാക്കളും മുഖ്യമന്ത്രി അടക്കം എല്ലാവരും അദ്ദേഹത്തെ സംരക്ഷിച്ചാണ് സംസാരിക്കുന്നത്. ഭരണഘടന കൊള്ള ചെയ്യാനുള്ള ഒരു അവസരം നൽകുന്നു എന്നാണ് ഈ മന്ത്രി പ്രസംഗിച്ചത്. അപ്പോൾ ഇദ്ദേഹം ഈ ഭരണഘടന തൊട്ട് സത്യം ചെയ്തിട്ട് ഈ മന്ത്രി പദവിയിൽ കയറിയിരിക്കുന്നതും ഈ കൊള്ള ചെയ്യാനാണെന്നുള്ളതാണല്ലോ അതിനകത്ത് നിന്ന് വ്യക്തം. അതുകൂടാതെ മറ്റൊരു മന്ത്രി നമുക്കറിയാം, നമ്മുടെ പഴയ ട്രാൻസ്പോർട്ട് മന്ത്രിയായിരുന്നു നമ്മുടെ ആൻ്റണി രാജു. കോടതിയിലിരിക്കുന്ന തൊണ്ടി മുതലെടുത്ത് അതിൽ കൃത്രിമം കാണിച്ച് ലഹരിക്കേസിലെ പ്രതിയെ രക്ഷിക്കാനായിട്ട് ചരട് വലിച്ച ആയിരുന്നു നമ്മുടെ ഗതാഗത മന്ത്രി. അദ്ദേഹം കേസിൽപ്പെട്ട അദ്ദേഹം ഇപ്പം മുൻ ധാരണ പ്രകാരം 2.5 വർഷം കഴിഞ്ഞപ്പോൾ മന്ത്രി പദവിയിൽ നിന്ന് മാറിയെന്നേ ഉള്ളൂ. അല്ല ഈ കേസ് വന്നതിൻ്റെ പേരിൽ അദ്ദേഹത്തിനെതിരെ ഒരു നടപടിയില്ല. മുഖ്യമന്ത്രിയും അദ്ദേഹത്തിനെതിരെ സംസാരിച്ചിട്ടില്ല. അദ്ദേഹത്തിനൊക്കെ ഇങ്ങനെ ചേർത്ത് പിടിച്ചിരിക്കുന്നു. ഭരണഘടനയ്ക്കെതിരായിട്ടോ അല്ലെങ്കിൽ തെറ്റ് ചെയ്യുന്ന ഒരു മന്ത്രിയെ MLAയും മുഖ്യമന്ത്രി സംരക്ഷിക്കാതിരുന്നിട്ടില്ല. എല്ലാവരും ഇങ്ങനെ ചേർത്ത് അണച്ചു പിടിച്ചിരിക്കുക. അപ്പം നമ്മൾ നീതിദേവത എന്ന് പറയുന്നത് നമ്മുടെ ഭരണഘടനയുടെ ഏറ്റവും പ്രധാനപ്പെട്ട തൂണാണ് നമ്മുടെ ജുഡീഷ്യറി. ആ ജുഡീഷ്യറിയുടെ കസ്റ്റഡിയിൽ ഇരുന്ന് തൊണ്ടി മുതൽ കട്ടുകൊണ്ട് പോയി അതിന് വലിപ്പ വ്യത്യാസം വരുത്തി ആ ലഹരി കേസിലെ പ്രതിയെ രക്ഷിച്ച ഒരുത്തനെ സ്വന്തം മന്ത്രിസഭയിൽ വെച്ചുകൊണ്ടിരിക്കാനായിട്ടുള്ള ഒരു ധാർമ്മികത കാണിച്ച മുഖ്യമന്ത്രിക്ക് എത്ര ധാർമ്മികത ഉണ്ടാവും? അദ്ദേഹത്തിൻ്റെ ഈ പ്രതികളോടുള്ള എല്ലാ സമീപനങ്ങളും ഈ പ്രതികൾക്ക് അനുകൂലമാണ്, ഭരണഘടനയ്ക്ക് എതിരാണ്. ഇപ്പോൾ തന്നെ നമ്മുടെ PP ദിവ്യയുടെ കാര്യമൊക്കെ തന്നെ എടുത്താലും ഏതൊരു കൊലപാതകമോ ഏതൊരു കുറ്റകൃത്യമോ എടുത്താലും മുഖ്യമന്ത്രി പ്രതികളുടെ കൂടെയാണ്, വേട്ടക്കാരൻ്റെ കൂടെയാണ്. അപ്പോൾ നമ്മൾ ആഘോഷിക്കുന്ന ഈ ഭരണഘടനയുടെ 75 വർഷം ചില കശ്മലന്മാരുടെ കയ്യിൽ ഈ ഭരണഘടന വന്ന് വിട്ടിട്ട് അതിൻ്റെ ഒരു അവസ്ഥയെക്കുറിച്ചാണ് നമ്മളിപ്പോൾ ആലോചിക്കേണ്ടത്. അപ്പോൾ ഈ ഒരു അവസ്ഥയെക്കുറിച്ചാണ് നമ്മൾ ഇന്നത്തെ കാർട്ടൂൺ വരയ്ക്കുന്നത്. ഇവർക്ക് ഭരണഘടനയല്ല, ഇവരുടെ പാർട്ടി ഭരണഘടനയാണ് ഇവർക്ക് ഏറ്റവും പ്രധാനം. നമ്മുടെ ഇന്ത്യൻ ഭരണഘടനയോട് ഇവർക്ക് യാതൊരു കൂറുമില്ല. ഇവർ വെറുതെ സത്യപ്രതിജ്ഞ ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഭരണഘടനയെ കൂട്ടുപിടിക്കുമെന്നല്ലാതെ അത് കഴിഞ്ഞിട്ട് ചെയ്യുന്നതെല്ലാം ഈ ഭരണഘടനയ്ക്കെതിരെയാണ്. അപ്പോൾ അനുബന്ധിച്ചൊരു കാർട്ടൂൺ നമ്മളിപ്പം വരയ്ക്കുകയാണ്. എല്ലാ മാന്യ പ്രേക്ഷകർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. കാർട്ടൂണിൻ്റെ റഫ് ഇതാണ്. ഇവർ നിൽക്കുന്നത് പാർട്ടി ഭരണഘടനയുടെ പുറത്താണ്.
ഇവരെ ചവിട്ടി ദൂരെ അറിയുന്നത് നമ്മുടെ ഇന്ത്യൻ ഭരണഘടനയാണ്. ഇവർക്ക് ഇന്ത്യൻ ഭരണഘടനയോട് യാതൊരു മമതയുമില്ല, ബഹുമാനവുമില്ല. ഇവർക്ക് ആകെ ബഹുമാനമുള്ളത് അവരുടെ പാർട്ടി ഭരണഘടനയോടാണ്. ഒന്ന് ഈ ഷഡ് എടുത്ത് ഉയർത്തി കാണിക്കുന്നത് ആൻ്റണി രാജുവാണ്. മറ്റേ ഇത് നമ്മുടെ സജി ചെറിയാനാണ്, സാംസ്കാരിക മന്ത്രി. അപ്പോൾ നമുക്കിതിൻ്റെ ലിങ്കിലോട്ട് കിടക്കാം. നമുക്ക് ആദ്യം സാംസ്കാരിക മന്ത്രി നമ്മുടെ സജി ചെറിയാനെ വരയ്ക്കാം. സാംസ്കാരിക മന്ത്രി സാംസ്കാരികം പണിഞ്ഞ് ഇപ്പം സാംസ്കാരിക സ്ഥാപനങ്ങളിൽ ശമ്പളം കൊടുക്കാൻ പോലും പൈസയില്ല. എല്ലാവരും സ്വന്തമായിട്ട് ശമ്പളം കൊടുക്കാനുള്ള പണം ഉണ്ടാക്കണമെന്നാണ് ഇപ്പോൾ പുതിയ സർക്കാർ ഉത്തരവ് വന്നിരിക്കുന്നത്. എത്ര അഴിമതിക്കാരായ ഭരണകൂടമാണെങ്കിലും ഇവിടെ കേരളത്തിൽ അധികാരത്തിൽ വന്നിട്ട് ഈ വക ബുദ്ധിമുട്ടൊന്നും ഇതുവരെ ഉണ്ടായിട്ടില്ല. അപ്പോൾ ഈ ഭയങ്കര വീരവാദം പറയുന്ന ഇവർ വന്നു കഴിഞ്ഞപ്പോഴാണ് ഇപ്പം ശമ്പളത്തിന് പോലും ബുദ്ധിമുട്ടുമാണ്. ഈ സാംസ്കാരിക സ്ഥാപനങ്ങളിലൊക്കെ ശമ്പളത്തിന് ഇനി ബുദ്ധിമുട്ടെന്നാണ് പറയുന്നത്. അപ്പോൾ അതൊരു വിവാദം, ഒരു പ്രശ്നമായപ്പോഴത്തേക്ക് ഇപ്പം മുഖ്യമന്ത്രി വന്ന് പറഞ്ഞിട്ടുണ്ട് അങ്ങനെയൊന്നും ശമ്പളത്തിന് മുട്ട് വരത്തില്ല, ഞങ്ങൾ എങ്ങനെയെങ്കിലും തരുമെന്ന്, എവിടുന്നെങ്കിലും കടവും വിലയും മേടിച്ച് തരുമെന്നാണ് ഇദ്ദേഹം പറയുന്നത്. ഇവരുടെ സാംസ്കാരിക ഔന്നത്യത്തിൻ്റെ മറ്റൊരു മാതൃകയാണിത്. ഇതൊക്കെ സംസ്കാരം എന്തെന്ന് അറിയാൻ മേലാത്ത ആളുകളെയൊക്കെയാണ് പിടിച്ച് സാംസ്കാരിക മന്ത്രിയൊക്കെ ആക്കിയിരുന്നത്. ഇത് ഈ നമ്മുടെ ഭരണഘടന, ഇന്ത്യൻ ഭരണഘടന ചവിട്ടി തെറിപ്പിക്കുകയാണ് ഇദ്ദേഹം. എന്നിട്ട് ഇദ്ദേഹം കയറി നിൽക്കുന്നത് ഇവരുടെ പാർട്ടി ഭരണഘടനയാണ്. പാർട്ടി ഭരണഘടനയാണ് ഏറ്റവും പ്രധാനം. ഇതിന് നമ്മുടെ ഇന്ത്യൻ ഭരണഘടനയ്ക്ക് ഒരു വലിയ പ്രാധാന്യമൊന്നും നൽകുന്നില്ല. ഇത് ചവിട്ടിയെറിയുകയാണ് ദൂരേക്ക്. ഭരണഘടന കുന്തവും കുടച്ചക്രവും എന്നാണ് അദ്ദേഹം പറയുന്നത്. പിന്നെ കൊള്ള ചെയ്യാനുള്ള ഒരു ഉപാധിയായിരുന്നു, അതായത് രാഷ്ട്രീയക്കാർക്ക് കൊള്ള ചെയ്യാനുള്ള ഉപാധിയെന്നാണ് പറഞ്ഞത്. അതായത് ഇദ്ദേഹം ഉൾപ്പെടെ അതാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അത് അറിയാൻ മേലാത്തവരൊക്കെ ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കുമായിരുന്നു അദ്ദേഹം ചെയ്തത്. ഇവിടെ നമുക്ക് ഭരണഘടന എഴുതാം, ഇന്ത്യൻ ഭരണഘടന എന്ന് തന്നെ എഴുതാം. ഇത് നമ്മുടെ ജട്ടി മന്ത്രി. അധികാരത്തിലിരുന്നപ്പോഴൊക്കെ മറ്റേ ലഹരിയുടെ ദൂഷ്യവശങ്ങളെക്കുറിച്ചൊക്കെ കിട്ടുന്ന വേദികളിലൊക്കെ നമ്മളെ ബോധവൽക്കരിച്ച ആളാണ്. പക്ഷേ മറ്റേ ഒരു ലഹരി കേസിലെ വിദേശിയായ പ്രതിയെ വിടിയിപ്പിക്കാനായിട്ടാണ് അദ്ദേഹം ഈ തൊണ്ടിമതിൽ വലിപ്പം കുറച്ച് പ്രതിയെ രക്ഷിച്ചത്. ഇവിടെ മറ്റേ വിമുക്തിയും അതും ഇതും തേങ്ങാക്കൊലയൊക്കെ കുറേ പൈസ ചിലവാക്കി നടത്തി നമ്മളെയൊക്കെ ബോധവൽക്കരിക്കും ലഹരിക്കെതിരെ. എന്നിട്ട് പുള്ളി നടത്തിയത് ഈ ലഹരി കേസിലെ പ്രതിയെ വെറുതെ വിടാനായിട്ടുള്ള ഇത് തൊണ്ടിമുതൽ നശിപ്പിക്കുകയാണ് അദ്ദേഹം ചെയ്യുന്നത്. ഇപ്പോൾ 2 പുങ്കവന്മാരും ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇവരുടെ പാർട്ടി ഭരണഘടനയുടെ വരയ്ക്കേണ്ടത്. അതിലാണ് ഇവർ കയറി നിൽക്കുന്നത്. അതാണ് ഇവരുടെ ശക്തി. അതാണ് ഈ ആൻ്റണി രാജു ഇവരുടെ ഈ CPM-ലല്ല, അദ്ദേഹം ഒരു സ്വതന്ത്ര പാർട്ടിയുടെ നേതാവാണ്. പക്ഷേ എന്നാലും ഇവരുടെ കൂടെയാണ് നിൽക്കുന്നത്. ഇവരാണ് അദ്ദേഹത്തെ കാത്തു സൂക്ഷിക്കുന്നത്. അതുകൊണ്ട് അദ്ദേഹത്തിനും കൂടെ ഇതിനകത്ത് ഉൾപ്പെടുത്തി വരച്ചെന്നേ ഉള്ളൂ. ശരിക്കും മറ്റേ CPM ആണ് നമ്മുടെ പഴയ വനിതാ കമ്മീഷൻ അധ്യക്ഷ
ഒരു പറഞ്ഞു കേട്ടില്ലേ, എനിക്ക് പാർട്ടി ഭരണഘടനയാണ് ഏറ്റവും വലുതെന്ന്. എന്ന് പറഞ്ഞ കണക്ക് ഇവർക്ക് എപ്പോഴും അവരുടെ ഭരണഘടനയാണ് വലുത്, പാർട്ടിയുടെ ഭരണഘടന. ഇന്ത്യൻ ഭരണഘടന ഇവർക്ക് ഒന്നുമല്ല, ഇതിനെതിരാണ് അവർ ചെയ്യുന്നത് മുഴുവൻ. അപ്പോൾ ഇവിടെ നമുക്ക് എഴുതി വെക്കാം പാർട്ടി ഭരണഘടന. അപ്പോൾ ഇന്ന് നമ്മുടെ ഇന്ത്യൻ ഭരണഘടനയ്ക്ക് 75 വയസ്സ് തികയുന്ന ദിവസമാണ്. അന്ന് തന്നെ ഈ ഇന്ത്യൻ ഭരണഘടനയോട് ഇവിടുത്തെ ഈ CPM നടത്തുന്ന ഈ കൊള്ളരുതായ്മ ഒന്ന് എടുത്ത് കാണിക്കാനായിട്ടാണ് നമ്മളിന്ന് ഈ കാർട്ടൂൺ വരച്ചത്. എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ ഈ ആഴ്ചത്തെ ഈ കാർട്ടൂണിന് വിട പറയുന്നു. കാർട്ടൂണിസ്റ്റ് ഹക്കു. ഇത് ഒന്ന് ഈ പെൻസിലിൻ്റെ മാർക്കെല്ലാം കളഞ്ഞിട്ട് നമുക്ക് ലാസ്റ്റ് ഒന്നുകൂടെ കാണാം. കാർട്ടൂൺ കഴിഞ്ഞിട്ടുണ്ട്. നമ്മളിവിടെ മേളിൽ എഴുതിയിട്ടുണ്ട് ഇന്ത്യൻ ഭരണഘടനയ്ക്ക് 75 വയസ്സ് തികയുന്നു. ഇന്ത്യൻ ഭരണഘടന പുച്ഛിച്ച് ചവിട്ടി തൊഴിച്ച് ദൂരെ എറിയുന്നു പാർട്ടി ഭരണഘടനയുടെ പിൻബലത്തിൽ. ഇങ്ങനെയുള്ള കോമാളികളുടെ കൂടെയാണ് നമ്മൾ ഇന്ത്യയുടെ ഭരണഘടനയുടെ 75-ാം വാർഷികം ആഘോഷിക്കുന്നത്.